ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒന്നും ഇല്ലാതെ വളരെ റാൻഡമായിട്ട് എടുത്ത കുറേയധികം വീഡിയോസാണ് കേട്ടോ ഇത്. ഞാനിത് പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് കുറേ നാൾ ആലോചിച്ചിരുന്നു. കാരണം ഇതൊരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രോപ്പറൊക്കെ ആവുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ സ്വന്തം തറവാട് വീടാണ് കേട്ടോ. അതായത് എൻ്റെ അച്ഛൻ്റെ വീട്. പണ്ടൊക്കെ നമ്മൾ ഈ അമ്മ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി വെക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നല്ലോ. എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ അമ്മ വീട്ടിനെക്കാട്ടും ഇവിടെ വരാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പെർമനൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് എപ്പോഴും കറക്റ്റ്. അതുകൊണ്ട് എനിക്കും സച്ചുവിനും ഇവിടെ വരുന്നത് അത്രയും ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴൊക്കെ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ആൾക്കാരെ തട്ടി ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞങ്ങളുടെ പിള്ളേരുടെ ഒരു ബഹളവും. എത്ര ഫാമിലീസാണ് ഈ വീട്ടിലന്ന് താമസിച്ചിരുന്നതെന്ന് അറിയാമോ? അന്നാണ് ഞങ്ങൾ കേരളത്തിലായതുകൊണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നൊരു വലിയ കസിൻ ഗ്രൂപ്പും നമുക്ക് ഉണ്ടാവുമല്ലോ. ആദ്യമൊന്നും ഉണ്ടായിട്ട് പോലും ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരുമെന്നുള്ള കാര്യമൊന്നും അന്ന് ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീട് ഒരിക്കലും കൊടുക്കാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊരു തീരുമാനമാണ്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ചിന്തയാണ് ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പഴയ കാലമൊക്കെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇതങ്ങോട്ട് മാറ്റാനോ ഒന്നും റിനോവേറ്റ് ചെയ്യാൻ പോലും കൂടുതൽ ചിന്തിക്കാറില്ല. പക്ഷേ നമ്മളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ താമസിക്കുന്ന ഇപ്പോഴത്തെ ബെഡ്റൂം മാത്രമാണ് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നെക്കാളും കൂടുതലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പണിക്കാരി സച്ചുവാണ്. കാരണം അവൾക്ക് ഈ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോടൊക്കെ ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെടി നനയ്ക്കുന്നത് മുതൽ അവിടുത്തെ ഓരോ പാത്രങ്ങൾ വരെ സൂക്ഷിച്ച് വെക്കുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. അവൾക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന ശ്രദ്ധയൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. പണ്ടൊന്നും ഒരു വിധത്തിലും ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നല്ലോ അവള്. ഇതിൻ്റെ പിറകിൽ തന്നെ നമുക്ക് ഒരുപാട് പാടവും കൃഷിയൊക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ഒന്ന് കയറി ഇറങ്ങി അലമ്പ് കാണിച്ച് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കുറേ മുറിവുകളൊക്കെ ആയിട്ടാണ് അന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് തന്നെ. പിന്നെ ഒരു അടിപിടി ബഹളമാണല്ലോ. ഇപ്പോഴൊക്കെ ഇവിടെ വന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, എല്ലാവരും അവരുടെ ജോബും അവരവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ബിസിയാണ്. ഇതുവരെ എൻ്റെ ഓർമ്മയിൽ എല്ലാവരും ഒത്ത് വീണ്ടും ഒരു സമയമൊന്നും ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. പല കൺട്രീസിലും പല ടൈം സോണിലൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ഫോൺ വിളിക്കുന്നതല്ലാതെ ഒരുമിച്ച് എല്ലാവരും ആയിട്ടുള്ളൊരു ഒത്തുകൂടലൊക്കെ വളരെ കുറവാണ്. അതാണ് ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ റിഗ്രറ്റ്. ആദ്യമൊക്കെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെന്നൈയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് സേലത്തെ വീട്ടിൽ പോകാമെന്നാണ്. ഇവിടെ മൊത്തത്തിലൊരു സൈലൻസ് ആണല്ലോ. പണ്ട് ഇവിടെ ഒരുപാട് മുന്തിരിയൊക്കെ കൃഷി ചെയ്തിരുന്നു കേട്ടോ. ഇവിടെയല്ല, ഇതിന് തൊട്ട് ബാക്കിലായിട്ട്. ഇപ്പോൾ അവിടെയൊക്കെ ആകെ കുറേ തെങ്ങും തോപ്പല്ലാതെ വേറൊന്നുമില്ല. പിന്നെ സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം വേണം എന്ന് തോന്നുമ്പോൾ ഓടി വരുന്നൊരു സ്ഥലമാണ് അത്. ഇപ്പോഴും അപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ജീവിതത്തിൽ ഇവിടെ വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മമ്മി സച്ചുവിൻ്റെ മെയിൻ പരിപാടി ക്ലീനിങ് ആണ്. ആക്ച്വലി നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് നമ്മൾ സ്വയം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോഴും എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. ഈ വീടിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്. ഇവിടേക്ക് നമ്മൾ അധികം വരാറില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗമായിട്ട് തിരിച്ച് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കയറി ഇറങ്ങാറുള്ളത്. ഇത് നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സ്ഥലമാണ് കേട്ടോ. ഇവിടേക്കൊക്കെ ഞാൻ വന്നിട്ട് തന്നെ കുറേ അധികം നാളുകളായി. ആദ്യമാണെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് എക്സൈറ്റഡ് ആവുകയാണ്. കാരണം നമുക്കിവിടെ വെള്ളം പണ്ട് മുതലൊരു പ്രശ്നമായിരുന്നു. അന്ന് ഒരു വാട്ടർ ക്യാനും അല്ലെങ്കിൽ അണ്ടർ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ശേഖരിച്ച് വെക്കുന്ന സെറ്റപ്പ് അതായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒരു കിണറൊക്കെ ഉണ്ടാക്കി. പക്ഷെ വെള്ളം അധികമൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്പം നമുക്ക് കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്ന സെറ്റപ്പാണ് കേട്ടോ. ലോറിയിൽ വന്ന് നമ്മുടെ ടാങ്ക്സിൽ അവർ ഫുള്ളാക്കിയിട്ട് പോവും. കാരണം പിന്നെ ഇവിടെ റെൻറ്റിന് ആളുള്ളത് കൊണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ വരുമ്പോഴും ആണെങ്കിലും ചെടി നനയ്ക്കാനാണെങ്കിലും പിന്നെ ഇവിടെ ബൂസോ ഉണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളം വളരെ അത്യാവശ്യമായതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇത് പണ്ടത്തെ അച്ഛൻ്റെ റൂമാണ് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മളിവിടേക്ക് ഓടി നടന്ന് കളിച്ചതൊക്കെ. ഇപ്പം മേളിലേക്കൊന്നും പോകാറ് പോലും ഇല്ല. ഇന്ന് മൊത്തത്തിലൊരു ഇൻസ്പെക്ഷൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. ആദ്യം ഓരോ സ്ഥലങ്ങളും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ. പണ്ടിങ്ങനെ ഉപയോഗിച്ചിരുന്ന അരകല്ലും ആട്ടുകല്ലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒന്നും അങ്ങോട്ട് കളയാൻ തോന്നാത്ത ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ കുട്ടിക്കാലത്തെ പല ഓർമ്മകളാണ്. ഇവിടെയൊക്കെ മറിഞ്ഞടിച്ച് വീണതും
ഓടിച്ചാടി നടന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഇതുപോലെ സിമെൻറ്റ് തറ പോലും ആയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഈ വീട് അത്രമാത്രം എല്ലാവരുടെയും മനസ്സിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ഒട്ടും മാറാതെ നിൽക്കുന്നത് ഇങ്ങേ അറ്റം തൊട്ട് നോക്കിയാൽ അങ്ങ് അറ്റം വരെ കാണാൻ പറ്റുന്ന ഈ ഒരു വാതിൽ സെറ്റപ്പാണ് കേട്ടോ. ഇതെന്തോ വാസ്തു വഴിയൊക്കെ സെറ്റാക്കി എടുത്തതാണെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം ഇതാണ്. കാരണം നമ്മളൊരു സോഫ സെറ്റൊക്കെ ഇട്ട് പിന്നെ ഒരു പ്രോപ്പർ ഓഫീസ് പരിപാടിയും പിന്നെ ടി വി കാണാനും എല്ലാം ഇതിനകത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മേളത്തെ റൂമിലാണ് ബൂസോ താമസിക്കുന്നത്. ബൂസോ ഞങ്ങളുടെ വീട്ടിലെ പെറ്റാണ് കേട്ടോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഇങ്ങനെ ഓടിക്കാടി നടക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മേളത്തെ ഫ്ലോർ മൊത്തത്തിൽ അവനെ ഞങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സച്ചു ആദ്യമാണെങ്കിൽ പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അത് എവിടെ നിന്നൊക്കെയോ പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ആദ്യമത് ഉപ്പം തന്നെ ആടി തകർക്കണമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴൊക്കെ എനിക്കിനകത്ത് കയറിയിരുന്നാൽ ചക്കോ പൊത്തോന്നും പറഞ്ഞ് വീഴുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. പക്ഷേ എന്നാലും പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഊഞ്ഞാലൊന്ന് സെറ്റാക്കി എടുക്കുന്നത് വരെ അത് ആദ്യം മാത്രമുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ അവസാനം അടിയായി. ആദ്യം ഇപ്പോൾ നൈസായിട്ട് ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം അവന് ബെഡ്റൂമിലേക്ക് ചാടി മമ്മിയും സച്ചും കൂടെ അതിൽ ആധിപത്യം സ്ഥാപിച്ചു കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പഴയ തമിഴ് പാട്ടൊക്കെ കേൾക്കുന്നതും പണ്ടത്തെ KTVയിലെ ഓർമ്മകളൊക്കെയാണ് ഇവർക്കും ഞങ്ങൾക്കും ഒക്കെ വന്നിരുന്നത്. ആദ്യമാണെങ്കിൽ പിണങ്ങിപ്പോയതുകൊണ്ട് കാര്യമായിട്ടുള്ള ശല്യമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പണ്ടത്തെ കുറേയധികം സാധനങ്ങളെന്നല്ല ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം ചീത്തയായിട്ട് എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ കുറേയധികം പാത്രങ്ങളാണ് എൻ്റെ കണ്ടുപോകുന്ന സാധനം. കാരണം എനിക്ക് വീട്ടിലുള്ള പാത്രങ്ങളോട് വല്ലാത്ത അട്രാക്ഷൻ എപ്പോഴും ഉണ്ട്. ഇവിടുന്ന് നമ്മൾ എപ്പോഴും ഓടിപ്പോകാറുള്ളൊരു സ്ഥലം ഏർക്കാടാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ് മാത്രമേ ഏർക്കാടിലേക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓടി അങ്ങോട്ടൊക്കെ പോയി ഒരു റൗണ്ടൊക്കെ അടിച്ച് ചിലപ്പോൾ തിരിച്ചൊക്കെ വരാറുണ്ട്. ആദ്യം കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ് കാരണമാണ് കേട്ടോ. രാത്രിയാകുമ്പം എപ്പോഴും നമ്മൾ ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. ഇവിടെ ഒരു പ്രത്യേക തണുപ്പുണ്ട്. പിന്നെ എപ്പോഴും പണ്ട് മുതലേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.